ഹൈ ഗൈസ്, അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ കൂലി സിനിമയെ കുറിച്ച് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ്. ഭയങ്കര, എവിടെ നോക്കിയാലും സിനിമ ഭയങ്കര ഡീഗ്രേഡ് ചെയ്തിട്ട് സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ്, സിനിമ പോരാ, LCU പ്രതീക്ഷ പോയിട്ട് അങ്ങനെ കിട്ടിയില്ല ഇങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസാണ്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാൻ സിനിമ കാണാൻ പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. അതായത് ഒരു സെക്കൻഡ്സ് പോലും സിനിമ ബോറടിക്കുന്നില്ല. സിനിമ നമ്മൾ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ സമയം പോകുന്ന പോലും അറിയാൻ പാടില്ല. അത് തന്നെയാണല്ലോ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അത് ആ സിനിമയിലുണ്ട്. പിന്നെ ഇവർ പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നുണ്ട്, ഈ LCU പ്രതീക്ഷിച്ച് പോയിട്ട് LCU കിട്ടിയില്ല, ലോകേഷിന് സിനിമ പ്രതീക്ഷിച്ച് പോയിട്ട് ലോകേഷിന് സിനിമ കിട്ടിയില്ല എന്നൊക്കെ. പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടാണ് സിനിമ എടുത്തത്. ഇത് LCUലുള്ള സിനിമയല്ല, സ്റ്റാൻഡ് അലോൺ ആയിട്ട് പുള്ളി ചെയ്യുന്ന സിനിമയാണ്, രജനീകാന്തിന് വേണ്ടി പുള്ളി ചെയ്യുന്ന സിനിമയാണെന്ന് പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതുമല്ല, സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ പുള്ളി എല്ലാ ക്യാമിയോസും റിവീൽ ചെയ്തതാണ്. ഇത്രയും പേര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അമീർ ഖാൻ അഭിനയിക്കുന്നുണ്ട്, നാഗാർജുന അഭിനയിക്കുന്നുണ്ട്, അങ്ങനെ സിനിമ എല്ലാ അഭിനയിക്കുന്ന അഭിനേതാക്കളുടെ എല്ലാ പേരും പറഞ്ഞിട്ടാണ് പുള്ളി സിനിമയും തുടങ്ങിയിട്ടുള്ളത്. പിന്നെ എന്താണ് ഇതിന് മാത്രം പ്രതീക്ഷിച്ച് പോകാനുള്ളത്? പിന്നെ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. സിനിമയിൽ ഒരു 7 മിനിറ്റോ 8 മിനിറ്റോ കൊണ്ട് രജനീകാന്തിൻ്റെ ഫ്ലാഷ് ബാക്ക് സീന് കാണിക്കുന്നുണ്ട്, ഡി-ഏജിങ് സീന്. എൻ്റെ പൊന്നെ, ഞാൻ ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഡി-ഏജിങ് ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവരുന്നത് രജനീകാന്തിൻ്റെ ഈ കൂലി സിനിമയിൽ രജനീകാന്തിനെ കൊണ്ടുവരുന്നത്. നമ്മൾ ആ 90s ഉണ്ടായിരുന്ന രജനീകാന്തിനെയൊക്കെ ആ അതേ രജനീകാന്ത്, അതേ സൗണ്ട്, വോയിസ് ഓവർ എല്ലാം പക്ക പെർഫെക്റ്റ് മാച്ചായിട്ട് ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് കൂലി സിനിമയിൽ ലോകേഷ് കനകരാജ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പുള്ളിയുടെ ഈ സിനിമയിലെ ഏറ്റവും ഈ പറഞ്ഞ പോലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് തന്നെ ആ ഒരു 8-10 മിനിറ്റാണ്. അത് പറയാതിരിക്കാൻ വയ്യ. സിനിമ കൊണ്ടുപോകണത് തന്നെ ആ ഒരു പറയണ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് സിനിമ നമ്മളെ കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് പിടിച്ചിരുത്തുന്നത് ആ ഒരു 8-10 മിനിറ്റാണ്. പിന്നെ എസ്പെഷ്യലി അനിരുദ്ധിൻ്റെ BGMs ആയിക്കോട്ടെ, സോങ്സ് ആയിക്കോട്ടെ, സ്കോറിങ് ആയിക്കോട്ടെ, അതെല്ലാം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് SK ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമയിൽ ഹീറോ മാത്രം മ്യൂസിക് ആണ്, ഒരു സിനിമയിൽ ഹീറോ മാത്രമായിരിക്കില്ല ഹീറോ, അനിരുദ്ധും കൂടി ആ സിനിമയിൽ ഒരു ഹീറോ ആയിരിക്കുമെന്ന്. ശരിയാണ്, അനിരുദ്ധാണ് സിനിമ ഒരു പീക്ക് ലെവലിൽ കൊണ്ട് പൊക്കി അങ്ങ് നിർത്തിയേക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നോക്കുമ്പോൾ സിനിമ എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റിവ്യൂസും കേട്ടിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമയെ തന്നെ പറയുന്നുണ്ട്, യൂട്യൂബ് എല്ലാം പാക്കാതെ, യൂട്യൂബൊന്നും കണ്ടിട്ട് യൂട്യൂബെല്ലാം കണ്ട് ഈ സിനിമയെ കുറിച്ചുള്ള നെഗറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് മിസ്സാവുന്നത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിസ്സാകാൻ പോകുന്നത്. പക്കാ സിനിമയാട്ടോ. എനിക്ക് തോന്നുന്നു ജയിലർ സിനിമയ്ക്ക് ശേഷം രജനീകാന്തിൻ്റെ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു നമ്മളെ പിടിച്ചങ്ങിരുത്തിയിട്ട് നമ്മുടെ പഴയൊരു തലൈവർഡ എന്നൊക്കെ പറയിപ്പിക്കുന്നൊരു സിനിമ വരുന്നത് കുറേ സിനിമകൾക്ക് ശേഷം ഈ സിനിമയാണ്, ജയിലറിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്ന അത്രയും സിനിമ മിസ്സാക്കാണ്ട്, തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാണ്ട്, ഈ പറഞ്ഞ പോലെ റിവ്യൂസും അതും കേട്ടുണ്ട് സിനിമ കാണാതെ ഇരിക്കാണ്ട് സിനിമ നിങ്ങൾ പോയി കാണുക. അതായത് നിങ്ങൾക്ക് ഈ സിനിമ കാണുവാണെങ്കിൽ പോയി കാണുക. ജസ്റ്റ് സെലിബ്രേറ്റ് ദിസ് സിനിമ, അത്രേ പറയാനുള്ളൂ എനിക്ക്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ കൊടുക്കുന്ന ടിക്കറ്റിന് ഈ സിനിമ ഒരിക്കലും കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ പൈസയ്ക്ക് ഈ സിനിമ നഷ്ടമാവത്തില്ല. വർത്ത് വാച്ചാണ് ഈ സിനിമ. അതുകൊണ്ട് എല്ലാവരും പ്ലീസ് പോയി കാണുക, ഈ സിനിമ കാണുക. അല്ലാണ്ട് ഈ റിവ്യൂസും കണ്ടിട്ട് ആൾക്കാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ സിനിമ അങ്ങനെ കൊള്ളത്തില്ല, ലോകേഷ് ചുമ്മാ എന്നെ ചെയ്ത് വെച്ചേക്കണേ, അങ്ങനൊന്നുമില്ല. പണ്ണി വെച്ചിരിക്കുക ലോകേഷ് എണ്ണ, പണ്ണി വെച്ചിരിക്കുക. അടിപൊളി സിനിമയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ പോയി കാണുക. അപ്പോൾ എനിക്കിത് എന്താ പറയണമെന്ന് തോന്നി, കാരണം ഭയങ്കരമായിട്ടും നെഗറ്റീവ് റിവ്യൂസ് യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ സിനിമ കണ്ടിട്ട് ഇറങ്ങിയായിരുന്നു എല്ലാവരും. പക്ഷെ സത്യം പറഞ്ഞാൽ അവരൊന്നും സിനിമയായിട്ട് കണ്ടിട്ടില്ല. അവരൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നത് LCU, റോളക്സ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഈവൻ ഇപ്പോൾ ഈ അമീർ ഖാൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് റോളക്സോട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. അത് റോളക്സ് വേറെ, അമീർ ഖാൻ്റെ ക്യാരക്ടർ വേറെ. അമീർ ഖാൻ വന്നു, പുള്ളിയുടെ സിനിമ സെലക്ഷൻ നിങ്ങൾക്കറിയോ? എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമ തിരഞ്ഞെടുക്കുന്ന ഒരു ആക്ടർ അത് അമീർ ഖാൻ മാത്രമേ ഉള്ളൂ. ആ പുള്ളി ഈ ഒരു ക്യാരക്ടർ ചുമ്മാ ഒരു കാരണമില്ലാണ്ട് തിരഞ്ഞെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? പുള്ളിക്ക് എന്ന ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഈ പറഞ്ഞ നമ്മൾ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ നമ്മൾ വിചാരിക്കുമായിരിക്കും. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴത്തേനും ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് കൊള്ളാം, നല്ലൊരു ക്യാമിയോ എന്ന് പറയുന്ന രീതിയിൽ ആ ക്യാരക്ടർ ആക്കി തീർക്കുന്നുമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ സിനിമ അടിപൊളിയാണ്. നിങ്ങൾ പോയി കാണണം സിനിമ, നിങ്ങളെല്ലാവരും പോയി കാണണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം. ബൈ ബൈ.